ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 5.1 ആംപ്ലിഫയറിൻ്റെ പാർട്സുകൾ. അപ്പോൾ നമ്മളത് വെച്ചിട്ട് എങ്ങനെ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാം, എങ്ങനെ വയറിങ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ സാധനങ്ങൾ അതാത് സ്ഥാനങ്ങളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോമർ, അതേപോലെ മെയിൻ ബോർഡ്, അതിൻ്റെ പ്രോലോജിക് ബോർഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അതാത് സ്ഥാനങ്ങളിൽ വെച്ചിട്ടുണ്ട്. അല്ല സ്പീക്കർ സോക്കറ്റ്, കൺട്രോൾ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് തുളച്ചതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് നിന്ന് പരമാവധി ബാസ്റ്റബ് ലോഡ്, അതേപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലാസ്റ്റ് നീക്കി പിടിപ്പിക്കുക. എന്താ കാരണം ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ സാധനങ്ങളെല്ലാതും മാർക്ക് ചെയ്യുക. അപ്പോൾ ട്രാൻസ്ഫോമർ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ വല്ല മോനയുള്ള വല്ല ഉസ്കൂറുകളോ അങ്ങനെയുള്ള വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് തുളയ്ക്കുക. അപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡ്രില്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഡ്രില്ലുള്ള കാരണം നമ്മൾ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് തുളയ്ക്കുന്നു. അപ്പോൾ നിങ്ങളതിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ ക്യാബിനിലൊരു ഇതൊക്കെ മാർക്കിങ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും. അതിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും. ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് തുളയ്ക്കുകയാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ നമ്മളിതിന് ആവശ്യമായ എല്ലാ ഹോളുകളും തുളക്കൽ കഴിഞ്ഞു. അപ്പോൾ ട്രാൻസ്ഫോമറിനുള്ള ഹോൾ ഇവിടെ തുളച്ചിട്ടുണ്ട്. അതുപോലെ മെയിൻ ബോർഡിനുള്ള ഹോള് ഒരെണ്ണം തെറ്റത്താണ് നമ്മൾ തുളച്ചിട്ടുള്ളത്. പിന്നെ ബാസ്റ്റബിൾ, അതുപോലെ എല്ലാം കൺട്രോളിംഗ് ബോർഡ് കൂടിയിട്ട് മൊത്തം പ്രോലോജിക് ബോർഡ് സെറ്റ് ചെയ്യാനുള്ള 4 ഹോള് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ബോർഡുകളൊന്നുമില്ല. നമ്മൾ 3 ബോർഡാണ് ആകെ ഉപയോഗിച്ചിട്ടുള്ളത്. സിമ്പിളായിട്ട് വയർ ചെയ്യാൻ പറ്റിയ ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇത്രയും ഹോളുകൾ തുളച്ചു. ഇനി നമുക്ക് വേറെ ബോർഡുകളൊന്നും സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ ബോർഡിൽ ബാസ്റ്റബിളും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ ബാസ്റ്റബിൾ ബോർഡ് വെക്കേണ്ട കാര്യമില്ല. എല്ലാ കറക്റ്റായിട്ടാണ് ഇതിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ള വയറിങ്ങുകൾ മാത്രം ചെയ്താൽ മതി. അതുപോലെ മെയിൻ ബോർഡ് നമുക്ക് വയർ ചെയ്യാൻ സുഖമാണ്. മെയിൻ ബോർഡും എല്ലാം കൂടിയിട്ട് മൊത്തം വരണതാണ്. സബും അത് 5 ചാനലും. അപ്പോൾ നമുക്ക് ഓരോരോ ബോർഡുകളും ട്രാൻസ്ഫോമറുകളും നമുക്ക് പിടിപ്പിച്ചിട്ട് നോക്കാം. ഫ്യൂസ് ഹോൾഡർ നമ്മൾ പിടിപ്പിച്ചു. ഇനിയിപ്പോൾ ഇതേപോലെ സ്പീക്കർ സോക്കറ്റ്, അതിൻ്റെ RCA സോക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലത്തെ നെട്ടും ബോൾട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. അപ്പോൾ സ്പീക്കർ സോക്കറ്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ചെറിയ നെട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ചെറിയ നെട്ടും ബോൾട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ട്രാൻസ്ഫോമർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ലേശം ഹെവി ആയിട്ടുള്ള കുറച്ചുകൂടി വലിയ നെട്ടും ബോൾട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ നെട്ടും ബോൾട്ടാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് ഓരോന്നോരോന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ സെറ്റ് ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നെട്ടും ബോൾട്ട് ഉപയോഗിച്ച് കറക്റ്റ് ഹോളുകളുണ്ട് ഇതിൻ്റെ ബാക്കിലും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാൾ. അപ്പോൾ അത് കറക്റ്റായിട്ട് പിടിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിനുള്ള തുള മാത്രം നമ്മൾ സെപ്പറേറ്റ് തുളച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് കയറാവുന്നുള്ള ഒരു സൈസിലുള്ള ഹോളാണ് നമ്മൾ തുളച്ചിട്ടുള്ളത്, ഈ ബോൾട്ടുകൾ കയറാനുള്ളത്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ പിടിപ്പിക്കൽ കഴിഞ്ഞു. സ്പീക്കർ സോക്കറ്റ്, അതുപോലെ ഫ്യൂസ് ഹോൾഡർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞു. ഫാനും ഗ്രില്ലൊന്നും നമ്മൾ പിടിപ്പിച്ചിട്ടില്ല, ലാസ്റ്റ് പിടിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് ഹോളും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ള കാരണം നമ്മളത് ലാസ്റ്റ് പിടിപ്പിക്കാമെന്ന് വെച്ചു. ഇനി ട്രാൻസ്ഫോമറാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ട്രാൻസ്ഫോമറിന് നമുക്ക് നെട്ടും ബോൾട്ട് ഇട്ട് പിടിപ്പിക്കാം. ഇപ്പോൾ ഇതേപോലെയാണ് നമ്മൾ നെട്ടും ബോൾട്ട് ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറും പിടിപ്പിക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ബോർഡിലേക്കുള്ള വയറിങ്ങുകൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോർഡ് നമ്മൾ ഇവിടെ എൻ്റെ സ്ഥലത്ത് വെച്ചു. അതിന് ശേഷമാണ് നമ്മൾ വയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വയറിങ് കറക്റ്റ് ചെയ്തിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ 5 പിന്നാണ് ഇൻപുട്ട് വരുന്നത്. ഈ 12 വോൾട്ടാണ് സപ്ലൈ വരുന്നത്. അപ്പോൾ അതിൽ 12 വോൾട്ട് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ സപ്ലൈ നമ്മൾ ഇതിലേക്ക് കൊടുക്കുകയാണ്. സെൻറ്ററാണ് ഇതിൻ്റെ 0 ബ്ലാക്ക് കാണുന്നത്. ബാക്കി 2 ഉള്ളതാണ് 12 എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് അതേപോലെ തന്നെ കണക്ഷൻ കൊടുക്കുകയാണ് ഇതിലേക്ക്. ഇങ്ങനെ വയറുകളൊക്കെ നമ്മൾ കറക്റ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കമ്പികളൊന്നും കട്ടാവാണ്ട് കറക്റ്റ് ചെയ്തിട്ട് ആക്കുക. നമ്മൾ സ്റ്റിപ്പർ ഉപയോഗിക്കാറില്ല, കത്തറിനെ ഉപയോഗിക്കാറ്. അതേപോലെ വയറുകളൊക്കെ കറക്റ്റാക്കിയതിന് ശേഷം നമ്മൾ സോൾഡിങ് ഫ്ലക്സ് തേക്കുക, പേസ്റ്റ് അത് തേച്ചതിന് ശേഷം സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അതാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചിരുന്നത്, അല്ലാതെ വേറെ ഒന്നല്ല കേസ്. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ 3 വയറും സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറുപ്പ് വയർ അങ്ങോട്ട് മാറാണ്ട് നോക്കുക. കറുപ്പ് വയർ കറക്റ്റ് സെൻറ്ററിൽ തന്നെ കൊടുക്കുക. അതേപോലെ 12 എഴുതിയിട്ടാണ് ഈ പച്ച 2 വയർ, അത് അപ്പുറത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക.
അതിന് ശേഷം ബാക്കി വരുന്ന പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം കാലുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക, ലെവലാക്കി നിർത്തുക ഫുള്ളായിട്ട്. അതെല്ലാം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തുക. അപ്പോൾ നമ്മൾ 12 വോൾട്ടിൻ്റെ സപ്ലൈ കൊടുക്കൽ കഴിഞ്ഞു, 5 ചാനലിലേക്കുള്ള സപ്ലൈ നമ്മൾ കൊടുക്കൽ കഴിഞ്ഞു. അപ്പോൾ അതിലൊരു വയറ് ശരിക്കും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് ഒന്നുകൂടി കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ എല്ലാ വയറുകളും സെറ്റായിട്ടുണ്ട്. അപ്പോൾ 12 വോൾട്ട് സപ്ലൈ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് സബിൻ്റെ കണക്ഷനാണ്, സബിൻ്റെ സപ്ലൈ ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സ്പീക്കർ ലൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതിൻ്റെ സ്പീക്കർ വയർ ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സ്പീക്കറിൻ്റെ ഭാഗങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് നെഗറ്റീവ്. അങ്ങനെയാണ് 1 2 3 4 ചാനൽ ഇതിൽ വന്നിട്ടുള്ളത്. 5 അത് ഈ മൂലക്കിൽ വന്നിട്ടുള്ളത്. ഇതിലാണ് ലാസ്റ്റ് ചാനൽ, ഈ തറ്റത്ത്. അപ്പോൾ 1 2 3 4 5 ചാനലാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് വയർ ചെയ്തിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ റിബൺ വയറാണ് 5 ചാനലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വയറുകളുണ്ട്, 10 വയറുകളും ഉണ്ടാവും നമുക്ക്. 2 4 6 8. പിന്നെ വയർ നമ്മളിതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും റെസിസ്റ്റൻസിൻ്റെ കളർ കോഡിംഗ് ആണ്. ഇതിന് നോക്കി കഴിഞ്ഞാൽ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീതെയാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. 0 1 2, റെഡ് 2, ഓറഞ്ച് 3, യെല്ലോ 4, ഗ്രീൻ 5, ബ്ലൂ 4 അല്ല 6, അതുപോലെ വയലറ്റ് 7, ഗ്രേ 8, പിന്നെ ഇത് 9. അങ്ങനെയാണ് ഇതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ കളർ കോഡിങ്. 1 2 0 തൊട്ടിട്ട് 9 വരെയാണ് ഇതിൽ റെസിസ്റ്റൻസിൻ്റെ കളർ കോഡിങ് ഈ വയറിന് മീതിനുണ്ട്. അതാണ് എണ്ണം കറക്റ്റായിട്ടുള്ളതിൻ്റെ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നോക്കി പരിചയമുള്ളവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, കളർ കോഡിങ് അറിയാവുന്നവർക്ക്. അല്ലാത്തവർക്ക് ലേശം ബുദ്ധിമുട്ടാവുക. അപ്പോൾ അതിനും കൂടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു വയറാണ് ഇത്. അപ്പോൾ ഇതുകൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്പീക്കർ വയർ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ സോൾഡർ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ 4 ചാനലിൻ്റെ വയർ നമ്മൾ സ്പീക്കർ സോക്കറ്റിൻ്റെ മീതെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്ലസും മൈനസും നമ്മളിത് കളറുകൾ പല കളറായ കാരണം നമ്മളിതിൽ ഈ സോക്കറ്റിൻ്റെ മീതെ എങ്ങനെയാണ് വന്നിട്ടുള്ള കളറ്, അപ്പോൾ ആ കളർ എടുത്തിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിൽ ബ്ലാക്ക് വന്നിട്ടുള്ളതാണ് നെഗറ്റീവ് വരിക. സോക്കറ്റിൻ്റെ ബ്ലാക്കാണ് ഈ 2 നെഗറ്റീവ് വരിക. അപ്പോൾ ഇതിൽ ഈ നെഗറ്റീവ് വന്നിട്ടുള്ള ഈ ബ്ലാക്ക് കളറിൽ ഏത് കളറാണോ വന്നിട്ടുള്ളത് അതാണ് നമ്മൾ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 2 തലക്കിലത്തെയാണ് പോസിറ്റീവ്, 2 തലക്കിലത്തെ പോസിറ്റീവും സെൻട്രലത്തെ 2 നെഗറ്റീവ് ആവുക. അപ്പോൾ ഇതിൽ ഗ്രായും അതേപോലെ വയലറ്റുമാണ് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത്. അടിയിൽ വന്നിട്ടുള്ളത് മഞ്ഞ ഓറഞ്ചുമാണ്, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, ഓറഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ബോർഡിൽ കൊടുക്കുക. അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ പൊളാരിറ്റി വ്യത്യാസം വരും, സൗണ്ട് വ്യത്യാസം വരും വർക്ക് ചെയ്യുമ്പോൾ. ഒരെണ്ണം ഉള്ളിലേക്കും ഒരെണ്ണം പുറത്തേക്കായിട്ട് വലിക്കുക. അപ്പോൾ അതിൻ്റേതായ വർക്കിംഗ് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലസും മൈനസും കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ വയറുകൾ കൊടുക്കാം. അപ്പോൾ ഇതിൽ നേരത്തെ കളർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്പീക്കറിൻ്റെ സെൻട്രലത്തെ സോക്കറ്റിൻ്റെ സെൻട്രലത്തെ 2 കണക്ഷനാണ് നെഗറ്റീവ് വരിക. അപ്പോൾ ഒരു ചാനലിൻ്റെ ഈ നെഗറ്റീവ് ഗ്രേയും മറ്റേൻ്റെ വയലറ്റാണ്. അപ്പോൾ അതേപോലെ തന്നെ അവിടെ കൊടുത്തിട്ടുള്ളത് നെഗറ്റീവ് കംപ്ലീറ്റ് ഒരു 1 സൈഡിലാണ് പോയിട്ടുള്ളത് കംപ്ലീറ്റ്. ഇതാണ് നെഗറ്റീവ് വരുന്നത്. ഈ ഓറഞ്ച്, മഞ്ഞ, വയലറ്റ്, ഗ്രേ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പോസിറ്റീവ് സ്പീക്കർ ലൈനിൽ വന്നിട്ടുള്ളത് ഇത് വൈറ്റ്. ഇവിടെ എഴുതിയിട്ടുള്ളവിടെ തന്നെയാണ് സ്പീക്കർ ലൈനിൽ എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ അവിടെ തന്നെയാണ് വൈറ്റ്, അതേപോലെ നീല, പച്ച, അതുപോലെ ചുവപ്പ് അങ്ങനെയാണ് വയറുകൾ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ 4 ചാനൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സെൻട്രലത്തെ ഐസിയിൽ തന്നെ സെൻറ്റർ ബോക്സിൻ്റെ കണക്ഷൻ കൊടുക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് ആ ചാനലിന് എന്തെങ്കിലും വ്യത്യാസങ്ങളോ വാട്ട്സ് കൂടുതലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിലാണ് IC ഒക്കെ വന്നിട്ടുള്ളതാണെങ്കിൽ മാത്രമാണ് സെൻട്രലിൽ നിന്ന് വന്നിട്ടുള്ളതെന്ന് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത് ഏതിൽ നിന്ന് എടുത്ത് കൊടുത്താലും കണക്ഷനൊക്കെ കറക്റ്റ് തന്നെ ആവും. അപ്പോൾ നമ്മളിത് ഫസ്റ്റത്തെ ആണ് നമ്മൾ ഇത് ലെഫ്റ്റും റൈറ്റും എടുത്തിട്ടുള്ളത്. ഇതും ഈ മഞ്ഞയും ഓറഞ്ചും ചുമപ്പും കൂടിയിട്ടുള്ള ഈ 2 കണക്ഷനാണ് നമ്മൾ സറൗണ്ടിങ്ങിന് എടുത്തിട്ടുള്ളത്. സെൻറ്റർ കണക്ഷൻ ലാസ്റ്റത്തെ കണക്ഷൻ കൊടുത്തിട്ടില്ല, അത് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ 2 വയർ കൂടി നമ്മളിത് ഈ സ്പീക്കർ സോക്കറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സ്പീക്കർ ലൈൻ 5 ചാനൽ കൊടുക്കൽ കഴിഞ്ഞു. പിന്നെ സബിൻ്റെ കണക്ഷനാണ് പിന്നെ സ്പീക്കർ ഔട്ട് കൊടുക്കാനുള്ളത്. സെൻട്രൽ സ്പീക്കറിൻ്റെ കണക്ഷൻ നമ്മൾ ഇതിലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബ്ലാക്കിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കർ സോക്കറ്റിൻ്റെ
ബാക്ക് വശം ഇതേപോലെ ഇരിക്കും. ഇതാണ് എർത്ത് നെഗറ്റീവ് വരുന്നത്, ഇത് പോസിറ്റീവ്. അപ്പോൾ അതേപോലെ തിരിച്ച് വരുന്നത് ഈ സെൻറ്ററിൽ വരുന്നതാണ് നെഗറ്റീവ്, മറ്റേത് പോസിറ്റീവ്. അപ്പോൾ നമ്മൾ വയറുകൾ അതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ആദ്യം. അതിനുശേഷം നമുക്ക് ബോഡിക്ക് സോൾഡർ ചെയ്യാം. നമ്മൾ എല്ലാറ്റിനെയും മറ്റേ ഒന്നും സോൾഡർ ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിത് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് കറക്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഓരോരോ വയറുകളും സോൾഡർ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്തിട്ട് ലെഡ് പിടിച്ചിട്ടുണ്ടോ നോക്കുക. അതിക്ക് പേസ്റ്റിൽ നമ്മൾ മുക്കുക, അതിന് ശേഷം സോൾഡർ ചെയ്യുക. സോൾഡറിങ് പേസ്റ്റിൽ മുക്കിയതിന് ശേഷം സോൾഡർ ചെയ്യുക. പിന്നെ ഇപ്പോൾ പുതിയ സോക്കറ്റും കാര്യങ്ങളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുരണ്ടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ വല്ല പഴക്കമുള്ള സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലെഗുകളൊക്കെ ഒന്ന് നല്ലപോലെ ഉരച്ചിട്ട് വേണം, വയറിൻ്റെ ഈ ഇത് നല്ലപോലെ ഉരച്ചിട്ട് വേണം നമ്മൾ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സോൾഡറിങ് കറക്റ്റ് ചെയ്തിട്ട് പിടിക്കില്ല. അപ്പോൾ അത് നമ്മൾ നോക്കുക. ചിലപ്പോൾ പകുതി കമ്പികൾ മാത്രമേ സോൾഡറിങ് പിടിച്ചിട്ടുണ്ടാവുള്ളൂ, അങ്ങനെ വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അതേപോലെ ഫ്ലക്സിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മുക്കുക നൈസായിട്ട്. അതിന് ശേഷം നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ എർത്ത് കംപ്ലീറ്റ് നെഗറ്റീവ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കോമൺ ആയിട്ട് തന്നെയാണ്, വേറെ സെപ്പറേറ്റ് ഒന്നുമല്ല. അപ്പോൾ എല്ലാ വയറുകളും നമ്മൾ ക്ലിയർ ചെയ്തു. ഇത് ഈ വയർ മാത്രം നമ്മൾ ഒരുമിച്ചല്ലാത്തത് കാരണം സെപ്പറേറ്റ് വയർ എടുത്തു. അപ്പോൾ വേറെ ആംപ്ലിഫയർ വയർ ചെയ്തതിൻ്റെ ബാക്കി വയറാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വയറായാണ് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ ഒക്കെ കൂടിയിട്ട് ഒറ്റ സ്ട്രിപ്പ് വയറിൻ്റെ മീതെ തന്നെ പോയിരുന്നു. അപ്പോൾ ഇതാണ് സ്ട്രിപ്പ് വയറല്ല, റിബൺ വയർ. അപ്പോൾ നമ്മളവിടെ റിബൺ വയർ എന്ന് പറയാം, നമ്മളവിടെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത്രയും സ്പീക്കർ വയറിൻ്റെ പരിപാടി കഴിഞ്ഞു. 5 ചാനൽ നമ്മൾ കൊടുത്തു. ഇനി സബ് കണക്ഷൻ മാത്രമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ സബിൻ്റെ കണക്ഷൻ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കുക. അങ്ങനെയുള്ള പരിപാടികൾ ചെയ്ത് കഴിഞ്ഞ് ഇതിലേക്കുള്ള സപ്ലൈ കൊടുത്തിട്ടില്ല, നമ്മൾ ഇതിലേക്കുള്ള സപ്ലൈ കൊടുക്കണം. അപ്പോൾ 27 ആണ് ശരിക്കും കൊടുക്കുക. അപ്പോൾ ഒരു 36 വോൾട്ടോളം കിട്ടും. നമ്മളിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള 24 വോൾട്ട് ട്രാൻസ്ഫോമറാണ്, 24/24 അപ്പോൾ അതും അതേപോലെ ഒരു 30 വോൾട്ടിൻ്റെ അടുത്ത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 27 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 36 വോൾട്ടായാലും ചുരുങ്ങിയത് സപ്ലൈ വരും. അപ്പോൾ 24 കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സപ്ലൈ കൂടുതൽ വരും. അപ്പോൾ ഇതിൽ നമ്മൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ 36 വോൾട്ട് ഡുവൽ സപ്ലൈ ആയിട്ട് ഇതിലേക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വർക്കിംഗ് ഉണ്ടാവും ബോർഡ്. ഇതിപ്പോൾ ഒരു 12 JBL തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാലും ആംപ്ലിഫയർ ബോർഡ് അധികം ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 24/24 ഉപയോഗിച്ചിട്ടുള്ളത്. വർക്കിങ്ങിന് ഇപ്പോൾ അത്രയ്ക്കധികം വലിയ മാറ്റമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കുഴപ്പമില്ലാത്ത വർക്കിംഗ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ വയർ കൂടി കൊടുക്കാം. അപ്പോൾ സബിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഈ വയർ ഉപയോഗിച്ചിട്ടാണ് സ്പീക്കർ കണക്ഷൻ കൊടുക്കുന്നത്, സബിലേക്കുള്ള വയർ സോക്കറ്റിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് ലേശം കനുള്ള വയർ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഈ ബോർഡിൽ നിന്ന് നമ്മൾ ഇതിൽ പ്രൊട്ടക്ഷൻ മോഡൊക്കെ ഉണ്ട്, സ്പീക്കർ പ്രൊട്ടക്ഷൻ മോഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള റിലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ റിലേന്നാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതിനെ വന്നിട്ട് പ്രിൻ്റ് കറക്റ്റ് റിലേയിലേക്ക് വന്നെടുക്കുന്നുണ്ട്. അതുപോലെ 2 കണക്ഷൻ വന്നെടുക്കുന്നുണ്ട് ഈ റിലേയിലേക്ക്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇതിലാണ് വന്നെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ ഇതിലേക്ക് കൊടുക്കുന്നുണ്ടോ സെപ്പറേറ്റ് ഇതിന് സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ ബോർഡ് പിടിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാ സൗകര്യങ്ങളുള്ള ബോർഡാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ബോർഡ് വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം വയറിങ്ങുകളും കാര്യങ്ങളും സെപ്പറേറ്റ് ബോർഡുകൾ പിടിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഈ റിലേയുടെ ഈ 2 ഹോള് കാണുന്നവിടെ നിന്ന് നമ്മൾ കണക്ഷൻ എടുത്ത് കൊടുക്കുക. അവിടെ പോരാത്തന്നെ അവിടെ കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, 2 സൈഡിലും റിലേയുടെ 2 ലെഫ്റ്റ് റൈറ്റിലായിട്ട് എഴുതിയിട്ടുണ്ട് സബ് എന്നുള്ളത്. അതാണ് അതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്, സബിൻ്റെ സ്പീക്കർ ഔട്ട്. അപ്പോൾ നമ്മളത് എടുത്തിട്ട് നേരെ സ്പീക്കർ സോക്കറ്റിലേക്ക് കൊടുക്കുക. അപ്പോൾ അതുകൂടി നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള 2 വയർ, സ്പീക്കർ സോക്കറ്റിന് വന്നിട്ടുള്ള 2 വയർ നമ്മളിവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. റിലേയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ റിലേയുടെ ഇവിടെ കൊടുത്തിട്ടുള്ള കണക്ഷനിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ലെഡൊക്കെ നല്ലപോലെ എടുത്ത് ക്ലിയർ ചെയ്ത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇതാണ് സബിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ആ വയർ നമ്മൾ കൊടുക്കൽ കഴിഞ്ഞു. സബ് ഔട്ടും നമ്മൾ കൊടുത്തു. സബ് ഔട്ടല്ല, സബിൻ്റെ സ്പീക്കർ ലൈനിലേക്കുള്ള കണക്ഷൻ. അപ്പോൾ നമുക്കിത് കൂടിയിട്ട് അവസാനം വയർ ടൈ അടിച്ചിട്ട് ഒതുക്കാം. അപ്പോൾ അതിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് വയർ. ബോർഡ് തിരിച്ച് വയ്ക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഇല്ല. ലേശം ഹൈറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീതെ ടച്ച് ആവാനും അടിയിൽ ടച്ച് ആവാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ക്യാബിനനുസരിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വയറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലുള്ളത് ഇൻപുട്ടാണ്.
സബിൻ്റെ ഇൻപുട്ട് ഇവിടെയാണ് കിടക്കുന്നത്. ഈ 2 ഹോള് കാണാനാണ് ഇൻപുട്ട്. ഇത് ഇന്നും ഇത് ഗ്രൗണ്ടും. അതുപോലെ 5 ചാനലിൻ്റെ ഇൻപുട്ട് ഇവിടെയാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് സപ്ലൈ ആണ് കൊടുക്കാനുള്ളത്. അത് ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഈ 3 വയർ നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ 0 വരുന്നത് ഈ ബ്ലൂ വയറാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്ത പോലെ തന്നെ ഈ വയർ നമ്മൾ അതിലേക്ക് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വയർ ഇതുവരെ എത്തില്ല ബോർഡിലേക്ക്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വയർ ഇതുവരെ എത്തില്ല കറക്റ്റായിട്ട്. അപ്പോൾ എത്ര ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ സ്ലീവ് ഉപയോഗിച്ചിട്ട് വയർ സോൾഡർ ചെയ്ത് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം സ്ലീവ് ഇട്ട് സെറ്റാക്കിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. അതുപോലെ 3 വയറിന് നമ്മൾ സ്ലീവുകൾ ഇങ്ങനെ ഇറക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓരോന്ന് സോൾഡർ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇതിൽ 0 എന്ന് പറയുന്നത് ഈ ബ്ലാക്കാണ്. അല്ല 0 അല്ല, 0 ഈ ബ്ലൂ ആണ്. സോറി, ഈ ബ്ലൂ ആണ്. അപ്പോൾ 2 27 വോൾട്ട് വരുന്നത്, അല്ല 24 വോൾട്ട് വരുന്നത് 2 ബ്ലാക്കിലാണ്. ഇതാണ് നമ്മളെ ഇതിലേക്ക് കൊടുക്കാനുള്ള സപ്ലൈ. ഇത് സെൻറ്ററിലേക്ക് കൊടുക്കാനുള്ളത് 0. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ പച്ച വയറാണ് എടുത്തിട്ടുള്ളത് 2. 24 വോൾട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ച വയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ച വയറാണ് നമ്മൾ ഈ ബ്ലാക്കിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത്. പച്ച വയർ നമ്മൾ അതിലേക്ക് ഇതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അതിനുശേഷം സ്ലീവ് വെച്ചിട്ട് നമ്മൾ അല്ല സിഗരറ്റ് ലൈറ്റ് എന്തെങ്കിലും വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ സ്ലീവ് ചുരുങ്ങിയിട്ട് ഇതിൽ സെറ്റാവും. അത് സോൾഡറിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സ്ലീവ് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിടുക. അതിനുശേഷം നമ്മൾ വല്ല സിഗരറ്റ് ലൈറ്റ് എന്തെങ്കിലും വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ സാധനം സെറ്റായി. അപ്പോൾ അതേപോലെ തന്നെ ഈ വയറും നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. വയർ ലെങ്ത്ത് എത്താത്ത കാരണമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതിൽ വയർ നീളം കുറവാണ്. ട്രാൻസ്ഫോമറിൻ്റെ വയർ ഇത്രയ്ക്ക് നീളമുള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഡുവൽ സപ്ലൈ നമ്മൾ സെറ്റ് ചെയ്യാറ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നീളമാണ് ഇട്ടിട്ടുള്ളവർ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വയറും സോൾഡർ ചെയ്തു. അതേപോലെ ഇനി ആ നീല വയറും സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ വയർ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തായി. അങ്ങനെ ലാസ്റ്റ് വയർ നമ്മൾ നീലയിലേക്ക് നമ്മൾ സെൻറ്റർ 0 കൊടുത്തിട്ടുള്ളത് നമ്മൾ ബ്ലാക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ സ്ലീവ് കയറ്റിയിട്ടുണ്ട്. ചൂടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റ് നമുക്ക് ചൂടാക്കിയിട്ട് സെറ്റാക്കാം. വയർ ഇപ്പോൾ ഇതേപോലെയാണ് നമ്മൾ നീളം കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൽ ബോർഡിൽ നമുക്ക് നോക്കിയിട്ട് ഇനി കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ബോർഡിൽ ഇവിടെ കറക്റ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് 27/027 എന്നുള്ളത്. കറക്റ്റ് ചെയ്ത് അതിൻ്റെ തൊട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എൻ്റെ ഈ വിരലിരിക്കുന്നിടത്താണ് കറക്റ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിലാണ് 0 വരുന്നത്. ബാക്കി 2 പച്ച വയർ നമ്മൾ എടുത്തിട്ട് 2 സൈഡിലും കൊടുക്കും. ബ്ലാക്ക് നമ്മൾ സെൻറ്ററിലും കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ സോൾഡർ ചെയ്തിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ നമ്മൾ കറക്റ്റ് കണക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ബ്ലാക്ക്, അതുപോലെ 2 സൈഡിലും 24 വോൾട്ട് സപ്ലൈ, സെൻറ്ററിൽ ബ്ലാക്ക്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിന് വന്നിട്ടുള്ള പോലെ തന്നെയാണ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്ത് നേരത്തെ ഇതിൽ കൊടുത്ത പോലെ തന്നെ 12 വോൾട്ട് കൊടുത്ത പോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വയർ ഇവിടെ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. അതിന് കൂടുതൽ നിൽക്കുന്ന കാല് നമ്മൾ അതേപോലെ തന്നെ കട്ട് ചെയ്തു. നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ മെയിൻ സപ്ലൈകൾ നമ്മൾ കൊടുക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് കൊടുക്കാനുള്ള ഇൻപുട്ട് കണക്ഷനുകളാണ്. ഇൻപുട്ട് കൺട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൽ ഇൻപുട്ട് 5 ചാനലിൻ്റെ ഇവിടെയുണ്ട്, സബിൻ്റെ കണക്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്തത് ശക്തിയുടെ ഈ ബോർഡ് വെച്ചിട്ടാണ് നമ്മളെ അടുത്ത വയറിങ്. അപ്പോൾ അടുത്ത പാർട്ടോട് കൂടി തീരുന്നു വിചാരിക്കുക വീഡിയോ. ഇപ്പോൾ തന്നെ അത്യാവശ്യം സമയമായി. ഇപ്പോൾ തന്നെ അത്യാവശ്യം ടൈമായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ ഞാൻ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് ഓക്കെ, താങ്ക് യു.